അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നൂറെ മദീന സ്വലാത്ത് മജ്ലിസ് നടത്തുന്ന തഴവ മുഹമ്മദ് ഉവൈസ് അസ്ഹരിയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി സോഷ്യൽ മീഡിയയിൽ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടക്കുന്നതായി അറിയാൻ സാധിച്ചു. എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കഴിഞ്ഞ ഒരു മാസക്കാലമായി ശാരീരികമായും മാനസികമായും പലവിധ രോഗത്തിലും സിഹറിലും കണ്ണേറിലും പെട്ട് വളരെ ബുദ്ധിമുട്ടിലായി ചികിത്സയിലായിരുന്നു. പെട്ടെന്ന് കണ്ണേറ് സംഭവിക്കുകയും സിഹർ സംഭവിക്കുകയും ഉണ്ടായി. അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായി. മൈൻഡൊന്ന് മാറിപ്പോയി. പല രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിച്ചു. എൻ്റെ സംസാരത്തിലും എൻ്റെ പ്രവൃത്തിയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്നതായ വീഡിയോയിലൊക്കെ പലരുടെയും മനസ്സുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വന്നിട്ടുണ്ട്. പലരും വിഷമിക്കുന്ന രീതിയിലുള്ള വോയിസുകളുണ്ട്. നിങ്ങൾക്ക് മുഅ്മിനീങ്ങളായ മനുഷ്യർക്ക് ഏതെങ്കിലും രീതിയിൽ സംശയമുണ്ടാവുന്ന, വിഷമമുണ്ടാവുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്, പൊരുത്തം ചോദിക്കുകയാണ്. എല്ലാവരും അതൊന്നും മനസ്സുകൊണ്ട് എന്താക്കരുത്, ഒരു കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് ആക്കരുത്. കാരണം സ്വയബോധത്തിലല്ല അതൊന്നും പറഞ്ഞത്, എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടിൽ പറഞ്ഞതാണ്. അള്ളാഹു അങ്ങനെയുള്ള അവസ്ഥകളെ തൊട്ട്, രോഗങ്ങളെ തൊട്ട്, സിഹറുകളെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു കാലമായി എൻ്റെ കുടുംബവും എൻ്റെ നാട്ടുകാരും ഞാനുമായി ബന്ധപ്പെട്ടവരൊക്കെ വളരെയധികം വിഷമത്തിലും സങ്കടത്തിലും ആയിരുന്നു. പ്രത്യേകം എൻ്റെ ഉസ്താദുമാർ, എൻ്റെ മാതാപിതാക്കൾ, ഞാനുമായി ബന്ധപ്പെട്ട അള്ളാഹു അവർക്കൊക്കെ ക്ഷമ നൽകുമാറാകട്ടെ. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ ബോധം മാറി അബോധ അവസ്ഥയിൽ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളൊക്കെ പറയുന്ന ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ ഈ ഒരു പ്രയാസ സമയത്ത് എനിക്ക് വേണ്ടി നോമ്പ് പിടിച്ചവർ, എൻ്റെ രോഗശമനത്തിന് വേണ്ടി നോമ്പ് പിടിച്ചവർ, ദിക്റ് ചൊല്ലിയവർ, സ്വലാത്ത് ചൊല്ലിയവർ, ഒരുപാട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഒരുപാട് ഗ്രൂപ്പുകളിൽ ഖതമുൽ ഖുർആൻ ഓതി, അതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇതിൻ്റെയൊക്കെ ഫലമെന്ന് തന്നെ പറയാം, പൂർണ്ണമായും എൻ്റെ സിഹറുകളൊക്കെ ബാത്തിലായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് മുമ്പത്തെക്കാളും ഉഷാറായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നൂറെ മദീന മജ്ലിസ് നടത്താനും ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനും ഞാൻ വരും. നിങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് ഇഖ്ലാസിലാവാൻ വേണ്ടി, അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി, പടച്ചവൻ്റെ പൊരുത്തത്തിലാവാൻ വേണ്ടി നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും ആരെയും ചതിച്ചതല്ല, വഞ്ചിച്ചതല്ല, പറ്റിച്ചതല്ല. പറ്റിച്ചും ചതിച്ചും ഒന്നും വാങ്ങാൻ ഞാൻ ആഗ്രഹിച്ചിട്ടതുമില്ല. നിങ്ങളുടെ മനസ്സിൽ അത് തെറ്റിദ്ധാരണയായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ ഞാൻ പൊരുത്തം ചോദിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു